പ്രാണനായി. നീ എന്ത് കരുതി? കോവിലകത്തെ കെട്ടിലമ്മയായി ഇനി ജീവിതകാലം മുഴുവൻ കഴിയാമെന്നോ? കോവിലകത്തെ അടിച്ചുതളിക്കാരിയായി നിനക്ക് ഈ കോവിലകത്തിൽ കാർത്തികേയന്റെ താലി കഴുത്തിൽ വീണത് തന്നെ എന്റെ വെറും ദാനമാണ്. തനിക്ക് മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്നവളെ നോക്കി അവൻ അലറി. ആ സമയം അവനിൽ ലേശം അനുകമ്പ പോലും ആ പെണ്ണിനോട് തോന്നുന്നില്ലായിരുന്നു. ഒരു കാര്യം നീ ഓർത്തോ, ഈ താലി നിന്റെ കഴുത്തിൽ കിടക്കുന്നത് എന്റെ പ്രതികാരമാ. കോവിലകം തറവാട്ടിലെ ഇളയമുറ തമ്പുരാൻ വേളി കഴിച്ചത് അവിടുത്തെ അടിച്ചുകളിക്കാരിയെ. വേറെന്തു വേണം ഇനി ഇവിടെയുള്ളവർക്ക്? അനുഭവിക്കണം എല്ലാം. കണ്ണിൽ നിറഞ്ഞ പകയോടെ മുന്നിൽ നിൽക്കുന്നവളെ പുച്ഛത്തോടെ നോക്കി അവൻ പുറത്തേക്കിറങ്ങി. അവന്റെ വാക്കുകൾ പോലും കേൾക്കാൻ കഴിയാതെ മരിച്ചു മണ്ണടിഞ്ഞ വെറും ശരീരം മാത്രമായിരുന്നു അവൾ. കുറച്ചു നിമിഷങ്ങൾക്ക് മുന്നേ തന്റെ ജീവിതം മാറി മറിഞ്ഞതുപോലും അംഗീകരിക്കാനാവാതെ അവൾ നിന്നു. കോവിലകത്തെ വേലക്കാരി ഇനി മുതൽ എന്റെ മുറിയിൽ. ഇതിൽ പരം എന്തു വേണമെടാ അവിടെയുള്ളവർക്ക്? നാണക്കേടിനാൽ പുകയണം എല്ലാം. കയ്യിലെ ഗ്ലാസിൽ പകർന്നു വെച്ചിരിക്കുന്ന മദ്യം വായിലേക്ക് ഒഴിച്ചുകൊണ്ടവൻ പറഞ്ഞു. എന്നാൽ ആ സമയം മുന്നിലിരിക്കുന്നവന്റെ കണ്ണുകളിൽ നീർത്തിളക്കം തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നഷ്ടപ്രണയം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആരെയും നോക്കി മനോഹരമായി പുഞ്ചിരിക്കുന്ന ഒരു പാവം പെണ്ണിനെ ഓർമ്മ വന്നതും അവന്റെ ഉള്ളം തേങ്ങി. ഇനി ആഗ്രഹിക്കാനുള്ള അർഹത തനിക്കില്ല. എന്നെങ്കിലും ഒരു ദിവസം നീ ഇതിന് പശ്ചാത്തപിക്കും കാർത്തി. നിന്റെ പ്രതികാരത്തിനു വേണ്ടി മാത്രമായി ഒരു പെണ്ണിനെ ബലി കഴിക്കാൻ തോന്നിയ നിമിഷത്തെ നീ സ്വയം പഴിക്കും. അല്ലെങ്കിൽ ഒരിക്കൽ നീ അവൾക്കു വേണ്ടി ആത്മാർത്ഥമായി കരയും. മദ്യത്തിന്റെ ലഹരിയിൽ അപ്പോൾ അവൻ മുന്നിലിരിക്കുന്നവനെ അറിഞ്ഞിരുന്നില്ല. അവന്റെ വാക്കുകൾ കേട്ടിരുന്നില്ല. ഒരിക്കൽ അവൻ പറഞ്ഞത് സത്യമാകുമെന്നറിയാതെ തന്റെ പ്രതികാരമോർത്തവനിരുന്നു. ആ കിച്ചേട്ടാ. അവളുടെ മാറിൽ നിന്നും അത്രയേറെ ആവേശത്തോടെ മുന്തിരിമുട്ടുകളെ നുണഞ്ഞെടുക്കുന്നവനെ അവൾ അറിയാതെ വിളിച്ചുപോയി. നന്ദ. അവിടെ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ടവൻ അവൾക്ക് നേരെ തല ഉയർത്തി. ആ സമയം അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന പ്രണയവും കാമവും അവളെ വല്ലാതെ തളർത്തി. ഇങ്ങനെ നോക്കല്ലേ പെണ്ണെ. നിന്റെ ഈ ചുവന്ന മുഖവും കരിവരന്ന കണ്ണുകളും നെറ്റിയിലെ എനിക്കായി വേണ്ടിയുള്ള ഈ പടർന്ന സിന്ദൂരവും മാത്രം മതി എന്നിലെ എൻ്റെ കടിഞ്ഞാൻ പൊട്ടിക്കാൻ. അവളുടെ കഴുത്തിൽ തൻ്റെ നാവിനാൽ അമർത്തി നുണഞ്ഞുകൊണ്ടവൻ പറഞ്ഞു. നാണത്തോടെ അവൻ നൽകുന്ന ലാളനയിൽ അവൾ തൻ്റെ കണ്ണുകൾ കൂമ്പിയടച്ചു. മുന്നിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്നവളെ തളർന്ന മനസ്സോടെ അവൻ നോക്കി നിന്നു. ശരീരമൊന്ന് അനക്കാൻ പോലും ആകാതെ അവൾക്ക് മുന്നിൽ അവൻ തറഞ്ഞു നിന്നു. ഇനി എന്ത്? നന്ദ. ആ തറവാട് നടുങ്ങുന്ന രീതിയിൽ അവന്റെ അലർച്ച മുഴങ്ങിക്കേട്ടു. കോവിലകത്തിൽ കാർത്തികേയൻ, ശ്രീനന്ദ. ഇത് ഇവരുടെ കഥയാണ്. ഇത് ഒരു പ്രൊമോ മാത്രമാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടിക്കോളൂ എന്ന് നിങ്ങളുടെ സ്വന്തം നില.